ഇന്ന് നടന്ന ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക്. അങ്ങനെ 2-1 റയൽ മാഡ്രിഡിനെ ബയൺ മ്യൂണിക്ക് സാന്റിയാഗോ ബെർണബോയിൽ വെച്ച് തോൽപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ ഒരു ഗോളിൻ്റെ ലീഡ് ബയൺ മ്യൂണിക്കിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അലിയൻസ് അരയിലാണ് കളി വരുന്നത്. കളി എങ്ങനെയാണെങ്കിലും മാറി പറയാം, ഒരു ഗോളിൻ്റെ ലീഡുള്ളൂ. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഫാൻസ് ഹോപ്പൊന്നും കൈവിടണ്ട, നമുക്ക് കണ്ടറിയാം എന്താ ഉണ്ടാകാൻ പോണേന്ന്. ഇനിയിപ്പോൾ കളീനെ പറ്റി പറയാ വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ താഴമുടക്കായിട്ട് നിന്നത് മാനുവൽ ന്യൂറ. അടിപൊളി സേവളായിരുന്നു ഡാവിട്ടുണ്ടായത്. 9 സേവ് ഇട്ടത് 2020 ശേഷം ഇങ്ങനെ ഒരു 9 സേവൊക്കെ അടുപ്പിച്ചിരുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും അടിപൊളിയായിട്ട് നിന്നു ന്യൂ ഇയർ. പിന്നെ ഒലീസെ ചക്കൻ തീയായിരുന്നു കളിയിൽ, ഒന്നും പറയില്ല. അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തേക്ക് വരാൻ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വലിയ പ്രഷറൈസ്ഡ് ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ന്യൂ ഇയർ അടിച്ചിട്ടു. സെക്കൻഡ് ഹാഫ് പകുതി ആയപ്പോഴാണ് എംബാപ്പയുടെ ഗോൾ വന്നതും അത് കഴിഞ്ഞപ്പോൾ പിന്നെ റയൽ മാഡ്രിഡ് നല്ലപോലെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യം ഉണ്ടായില്ല. ഇത് പറഞ്ഞ പോലെ ന്യൂ ഇയർ നിന്ന് സേവ് ചെയ്യായിരുന്നു. പിന്നെ എംബാപ്പയൊക്കെ നല്ലപോലെ പണിയെടുക്കണുണ്ടു. നമ്മുടെ 1983 പറഞ്ഞ പോലെ പണിയെടുത്താലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവന് മനസ്സിലായി എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു. അപ്പോൾ പണിയെടുത്താലാണ് കളി ജയിക്കാൻ പറ്റുള്ളൂ എന്ന് എംബാപ്പയ്ക്ക് മനസ്സിലായി. എന്തായാലും അടുത്ത കളി നോക്കാം.